ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് ബിരിയാണിയാണ്. അതിനായിട്ട് ഞാനിവിടെ 2 സവാള, 4 പച്ചമുളക്, 7 വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എന്നിവയാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ ചൂടാക്കി കഴിഞ്ഞ് അതിലോട്ട് എണ്ണ ഒഴിക്കണം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയിൽ നിന്ന് കുറച്ച് സവാള എടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കണം. അതിനിടയ്ക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റാക്കി എടുത്തതാണ് ഇത്. അടുത്തതായിട്ട് ഉണക്കമുന്തിരിയും കുറച്ച് കശുവണ്ടിയും, അത് കഴിഞ്ഞിട്ട് 4 ഏലക്ക, കുറച്ച് ഗ്രാമ്പു, പട്ട, പിന്നെ തക്കോലം. നേരത്തെ സവാള ഫ്രൈ ചെയ്ത പാനിൽ കശുവണ്ടി ഉണക്കമുന്തിരിയും വറുത്തെടുക്കണം. അത് വറുത്തെടുത്തതാണിത്. സവാള ഫ്രൈ ചെയ്തതും കൂടെയാണ് കാണിച്ചിരിക്കുന്നത്. 1/4 കിലോ കൊഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് 4 ഏലക്ക, കുറച്ച് ഗ്രാമ്പു, കറുവാപ്പട്ട, തക്കോലം, പിന്നെ ജാതിപത്രി. വീണ്ടും പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ട് അതിൽ 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എടുത്തു വച്ചിരുന്ന ഇതെല്ലാം ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ 1 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. തക്കാളി നല്ലതുപോലെ വേവുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്യണം. തക്കാളി ഒരുവിധം വേവുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കുറച്ച് സവാള ഇതിലോട്ട് ആഡ് ചെയ്യണം. കുറച്ച് ആഡ് ചെയ്യാനുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്യണം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊഞ്ച് ഇതിലോട്ട് ഇടുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കണം. അടുത്ത് നമുക്ക് ബിരിയാണി തയ്യാറാക്കാൻ പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മൾ ആദ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് വച്ചിരുന്നില്ലേ, അതിലോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് ഒരു 4.5 കപ്പ് വെള്ളം ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇതിൽ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ബേ ലീവ്സും കൂടെ ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നേരത്തെ ഫ്രൈ ചെയ്തിരുന്ന കുറച്ച് ഉള്ളിയും പിന്നെ 1/2 നാരങ്ങയുടെ നീരും കൂടെ ആഡ് ചെയ്യണം. അത് ഞാനിവിടെ വലിയ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകിയിട്ട് ഇതിലോട്ട് ഇട്ടാൽ മതി. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അത് തിളയ്ക്കും വരെ വേവിക്കണം. അടച്ചു വെച്ച് നന്നായി വേവിക്കണം. ഇപ്പോൾ അത് വെന്തിരിക്കുകയാണ് നന്നായിട്ട്. ഇനി അടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന കൊഞ്ചിൻ്റെ മസാല എടുക്കണം. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഈ ചോറിനെ ആഡ് ചെയ്യണം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ദം ചെയ്ത് എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിരുന്ന സവാള ഇതിന് മീതെ ആഡ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.